ഹലോ എവ്രി വൺ, കെയർ മി മൊബൈൽ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ്. അതായത് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള അത്യാവശ്യമുള്ള ഐറ്റംസ്, നമ്മൾ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഐറ്റംസ്, അത്യാവശ്യം വേണ്ട ഐറ്റംസ് എടുത്ത് പാക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രഗ്നൻസിയുടെ ഏകദേശം ഒരു 8 മന്തൊക്കെ പകുതിയാകുമ്പോൾ തുടങ്ങിയിട്ട് നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങും. അതായത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ഐറ്റംസ്, നമ്മൾ അമ്മമാർക്കുള്ള ഐറ്റംസ്, അത്യാവശ്യം വേണ്ടുന്ന ഐറ്റംസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകാനുള്ള ഐറ്റംസൊക്കെ ആണെങ്കിൽ കഴുകി നല്ല സൂര്യപ്രകാശത്തിലൊക്കെ ഉണക്കി എടുത്ത് വെക്കുന്ന ഒരു ടൈമാണ് 8 മന്തിൻ്റെ. ഏകദേശം പകുതി തുടങ്ങിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം നമുക്ക് എപ്പോഴാണ് എമർജൻസി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫ്രീ ടൈമായിട്ട് ഡെലിവറി എടുക്കുന്ന ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് മാസം കഴിഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ബാഗ് നമ്മളെപ്പോഴും ഒരു 8 മന്ത് പകുതിയാകുമ്പോൾ തുടങ്ങിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തിരക്കിന് പോകേണ്ടി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഹറിബറി ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവിടെ ഞാനിപ്പോൾ നമ്മുടെ ക്ലോത്തുകളൊക്കെ വാങ്ങി, അതായത് ബേബിക്കുള്ളതും എനിക്കുള്ള ക്ലോത്തുകളൊക്കെ വാങ്ങി നല്ലപോലെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകി സൂര്യപ്രകാശത്തിൽ ഉണക്കി മടക്കി എല്ലാം അയൺ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിപ്പ് ലോക്ക് കവറുകൾ ഈ സമയത്ത് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. കാരണം അതാണെന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് അവിടെ നിന്ന് ചോദിക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ നിന്ന് നഴ്സുമാർ ചോദിക്കുമ്പോൾ ഐറ്റംസ് എല്ലാം എടുത്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സിപ്പ് ലോക്ക് കവർ വാങ്ങി നമ്മൾ അതിനകത്ത് എല്ലാവരും മടക്കി എടുത്ത് വെക്കാണ്ടെങ്കിൽ അവർക്ക് എളുപ്പമായിരിക്കും എടുത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കുറച്ച് പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഡെലിവറിക്ക് പോയ സമയത്ത് ഒരുപാട് സാധനങ്ങളായിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് കുറേ ഐറ്റംസ് ഒന്നും ആവശ്യമായിട്ട് വന്നില്ല. കാരണം വേറൊന്നുകൊണ്ടല്ല, ഡെലിവറി കഴിഞ്ഞു. ഇത് നമ്മൾ നോർമൽ ഡെലിവറി ആയിട്ട് പ്രതീക്ഷിച്ച് പോയത്, പക്ഷേ എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു 7 ദിവസം ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തിട്ട് വന്ന്. വേറൊന്നുകൊണ്ടല്ല, കുഞ്ഞിനെ ജനിച്ച സമയത്ത് ചെറുതായിട്ടൊരു ടോട്ടൽ കൗണ്ട് കൂടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ NICUലായിരുന്നു. അപ്പോൾ അവനെ ഡിസ്ചാർജ് കഴിഞ്ഞ് ഞങ്ങളൊരു 8th ഡേ ആയിട്ടാണ് ഒരു 9th ഡേ ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഒരുപാട് ഐറ്റംസ് വെറുതെ ആയിട്ടും മാറി. കാരണം വെച്ച് കഴിഞ്ഞാൽ സോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡെലിവറി ആയല്ലോ, നമുക്ക് അറിയാണ്ട് ഒരുപാട് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ലോഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബോഡി ക്രീം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞിനെ വെക്കാനുള്ളത്, കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള തോർത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും നമുക്ക് ആവശ്യമായിട്ട് വന്നില്ല ഹോസ്പിറ്റലിൽ. മോന് ആകെ ആ ഒരു ദിവസങ്ങളിൽ ആകെ ആവശ്യമായിട്ട് വന്നത് വെറ്റ് വൈപ്പും അതുപോലെ തന്നെ അവൻ്റെ ഡയപ്പറും റിസീവിങ് ടവലും മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് അവനെ ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ പോരുന്ന സമയത്താണ് അവനെ കൊണ്ടുപോയ റോംബറാണെന്നുണ്ടെങ്കിലും നമ്മൾ കെട്ടുടുപ്പാണെങ്കിൽ ഇടിയിക്കേണ്ടി വന്നത്. ബാക്കി ഒന്നും തന്നെ നമുക്ക് ആവശ്യമായിട്ട് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ബേബി നമുക്ക് എങ്ങനെയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരുപാട് ഐറ്റംസ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഈ പറഞ്ഞ സോപ്പൊന്നും ഞാൻ വാങ്ങി വെച്ചിട്ടില്ല. കാരണം നമ്മൾ പൂക്കൾ കൊടിയൊക്കെ വിട്ടതിന് ശേഷമാണ് നമ്മൾ കുളിപ്പിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ വന്നിട്ടായിരിക്കും കുളിപ്പിക്കല് കുഞ്ഞിനെ. അപ്പോൾ അതായത് ഞാൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഐറ്റംസ് ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം അമ്മയ്ക്കുള്ള, അതായത് എനിക്കുള്ള ഐറ്റംസ് പാക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെക്ക് ലിസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതുപോലൊരു ചെക്ക് ലിസ്റ്റ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊന്നും മിസ്സാവാണ്ട് എടുത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ കൊടുത്തിരുന്നത് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്. അതായത് ഈ ഒരു ഫയലിൽ ഇട്ട് വെച്ചേക്കുന്നത്. ഇതിൽ നമ്മുടെ ഫസ്റ്റ് മന്ത് തുടങ്ങിയിട്ട് ലാസ്റ്റ് 9 മന്ത് വരെയുള്ള സ്കാനിങ് റിപ്പോർട്ട്, ടെസ്റ്റ് റിസൾട്ട്, അതുപോലെ തന്നെ ബ്ലഡ് റിപ്പോർട്ട്, അങ്ങനെയുള്ള എല്ലാ റെക്കോർഡ്സും ഇതിനകത്താണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് കൂടാണ്ട് നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് കാർഡ് എടുത്ത് വയ്ക്കാം, പിന്നെ നമ്മുടെ ATM കാർഡ്, പിന്നെ വാലറ്റ്, ഇതിൽ നമുക്ക് പൈസ കയ്യിൽ കരുതണമെങ്കിൽ അതും എടുത്തു വെക്കാം. പിന്നെ മറക്കാണ്ട് ID പ്രൂഫും കൂടി എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ഫയലിനകത്ത് നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സും ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ബാഗിലേക്ക് നമുക്ക് അവസാനം വയ്ക്കാം.
അതൊന്ന് ആദ്യം തന്നെ ഓർത്തെടുത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് എടുക്കുന്നത് ഈ ഐറ്റംസ്, അതായത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയാണ്. ഫസ്റ്റ് പ്രഗ്നൻസി സിസേറിയൻ ആയിരുന്നു, അതുകൊണ്ട് സെക്കൻഡും നമുക്ക് സിസേറിയൻ തന്നെയാണ് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ തിയേറ്ററിൽ കൊടുക്കാനുള്ള ഐറ്റംസ് ആണിത്. ഇതിൽ ഒരു തോർത്തെടുത്ത് വെച്ചിട്ടുണ്ട്, അണ്ടർസ്കേർട്ടും ഇന്നർ ഗാർമെൻറ്റ്സും ഉണ്ട്, പിന്നെ വൈറ്റ് കോട്ടൺ ക്ലോത്ത്, പിന്നെ വരുന്നത് ഓപ്പൺ നൈറ്റി. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ തിയേറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാക്കിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം തന്നെ പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പാക്ക് ചെയ്ത് ഒരു സിപ്ലോ കവറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവർക്ക് ഇത് എടുത്ത് കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും തിയേറ്ററിൽ ചോദിച്ചു കഴിയുമ്പോൾ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ആദ്യം തന്നെ എടുത്തു വെക്കുന്നത്. പിന്നെ വരുന്നത് ഇനി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എന്തായാലും 5 ദിവസം സ്റ്റേ വരുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടോട്ടൽ 5 നൈറ്റ് ചെയ്യാനായിട്ട് ഒരെണ്ണം ഞാൻ തിയേറ്ററിൽ കൊടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി 4 എൻ്റെ കയ്യിലുണ്ട്. അതിൽ 2 ഓപ്പൺ നൈറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി 3 ഫ്രോക്ക് ടൈപ്പ് നൈറ്റിയാണ്. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഫ്രോക്ക് ടൈപ്പ് നൈറ്റി. ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇത് ഫുൾ ഓപ്പൺ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് താഴെ വരെ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ ഫുള്ള് ഫ്രോക്ക് നൈറ്റി ഉൾപ്പെടെ 4 എണ്ണമാണ് ഞാൻ എടുത്തു വെക്കുന്നത്, 4 നൈറ്റീസ്. പിന്നെ നമ്മൾ ഇന്നർ വെയർ എടുത്തു വെക്കുന്നുണ്ട്. അതിനകത്ത് 2 ഫീഡിങ് പ്രായം ഞാൻ ഈ പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല ഫീഡിങ് പ്രാ. അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നോർമലായിട്ടുള്ള പ്രായം നിർത്തിയത്. പിന്നെ അണ്ടർ സ്കേർട്ട് എടുക്കുന്നുണ്ട്. അണ്ടർ സ്കേർട്ട് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഒരു ചെറിയ ടർക്കിയും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. വലിയൊരു തോർത്ത് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് എക്സ്ട്രാ ഒരു ചെറിയ ടർക്കി നമുക്കിപ്പോൾ വാഷ്റൂമിലൊക്കെ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാനും കോട്ടൺ ക്ലോത്താണ്, യൂസ്ഡ് കോട്ടൺ ക്ലോത്താണ്. ഇത് നമ്മൾ നല്ലപോലെ ചൂടുവെള്ളത്തിൽ കഴുകി ഡെറ്റോളിൽ കഴുകി എടുത്ത് വെച്ചേക്കുന്നതാണ്. കാരണം ഇതൊന്നുമല്ല, എനിക്കിങ്ങനെ ഇൻഫെക്ഷൻ ഇടയ്ക്ക് ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ഡോക്ടർ തന്നെയാണ് എന്നോട് സജസ്റ്റ് ചെയ്തത് ആദ്യത്തെ 5 ദിവസം സിസേറിയൻ കഴിഞ്ഞ് ആദ്യത്തെ 5 ദിവസം മാക്സിമം കോട്ടൺ ക്ലോത്ത് തന്നെ യൂസ് ചെയ്താൽ മതി. അതായത് നമ്മൾ യൂസ് ചെയ്തിട്ട് പിന്നെ കഴുകി റീയൂസ് ചെയ്യേണ്ട, യൂസ് ചെയ്തിട്ട് യൂസ് ആൻഡ് ത്രോ ചെയ്യണ പോലെ തന്നെ കോട്ടൺ ക്ലോത്ത് മാത്രം യൂസ് ചെയ്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പരമാവധി കിട്ടിയ അത്രയും കോട്ടൺ ക്ലോത്ത്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെയർ നല്ല ഡ്രസ്സ്, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി തിരിച്ചു വരുമല്ലോ, അപ്പം ഇടാനുള്ള ഒരു പെയർ നല്ല ഡ്രസ്സ് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പാഡ് കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ് സെക്യൂറിൻ്റെ XXL സൈസിലുള്ള പാഡാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ ഇൻ കേസ് ഇപ്പോൾ കോട്ടൺ ക്ലോത്ത് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി എടുത്ത് വയ്ക്കുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല ഓഫറിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാനിതിൻ്റെ ലിങ്ക് ആമസോൺ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ഒരു ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ടോയ്ലറ്ററീസ് ആണ്. ഇതിൽ മെയിനായിട്ടും നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ്, അതായത് നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, അതുപോലെ തന്നെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, പിന്നെ തലമുടി ഇടാനായിട്ടുള്ള കോമ്പ്, പിന്നെ ഹെയർ ബാൻഡ്, അങ്ങനെയുള്ള ഐറ്റംസാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് എടുത്ത് വെക്കാം. ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ സ്ലിപ്പർ ഞാൻ എടുക്കുന്നുണ്ട്. സ്ലിപ്പറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്ന സ്ലിപ്പറാണ്. ഞാൻ ഇങ്ങനത്തെ സ്ലിപ്പർ എടുക്കാൻ കാരണം കൂടിയുണ്ട്.
കാരണം കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മോനെ ഡെലിവറി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കാലിൽ നല്ല രീതിയിൽ നീര് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നീര് വെച്ച സമയത്ത് ഞാൻ കൊണ്ടുപോയത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലിപ്പറില്ലേ, 2 വള്ളിയുടെ ആ സ്ലിപ്പറാണ് ഞാൻ കൊണ്ടുപോയത്. പക്ഷേ അത് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് നീരുണ്ടായിരുന്നു ഒരു കാലിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കരുതി കൂട്ടിയാണ്. ഇപ്രാവശ്യം എനിക്ക് നീര് അങ്ങനെ വന്നിട്ടില്ല, പക്ഷേ ഇങ്ങനത്തെ സ്ലിപ്പർ എടുത്ത് വെച്ചേക്കുന്നതാണ്. അത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പോണ സമയത്ത് ഞാൻ പാക്ക് ചെയ്ത് വെക്കണുള്ളൂ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ബേബിയുടെ ബാഗ് പാക്ക് ചെയ്യാം. ഞാനിവിടെ ആദ്യം തന്നെ എടുക്കുന്നത് വെറ്റ് വൈപ്പാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെറ്റ് വൈപ്പിൻ്റെ. മോന് യൂസ് ചെയ്തത് നമ്മുടെ മദേഴ്സ് വാഷിൻ്റെ വെറ്റ് വൈപ്പായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വരാൻ പോണ കുഞ്ഞാവയ്ക്കും മദേഴ്സ് വാഷിൻ്റെ വെറ്റ് വൈപ്പാണ് എടുക്കുന്നത്. ഇത് വാല്യൂ പാക്കാണ്. ഇതിൽ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരെണ്ണം എടുത്ത് വെക്കണുള്ളൂ. ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുത്താൽ മതിയല്ലോ. ഹോസ്പിറ്റലിൽ അധികം ദൂരമില്ല. അപ്പോൾ ഒരു വെറ്റ് വൈപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഹഗീസിൻ്റെ ഡയപ്പറാണ്, ടേപ്പ് ഡയപ്പറാണ് ഹഗീസിൻ്റെ. ഇതും വാല്യൂ പാക്കാണ്. 2 പാക്കായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതിൽ ഞാനിപ്പോൾ ഒരു പാക്ക് എടുത്ത് വെക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് എടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ന്യൂ ബോൺസിന് എപ്പോഴും നമ്മൾ ടേപ്പ് ഡയപ്പർ തന്നെ എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ടേപ്പ് ഡയപ്പർ ആകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ കാലിൽ അല്ലെങ്കിൽ നമുക്ക് അരയിലൊന്നും വലിയ ടൈറ്റ് ആവാണ്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. പാൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ മുറുകിയിരിക്കണ പോലെ ഒരു ഫീൽ ഉണ്ടാവും. കാരണം കുഞ്ഞുങ്ങളല്ലേ, ഒരു ജനിച്ചിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം നമ്മൾ ടേപ്പ് ഡയപ്പർ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഹഗീസിൻ്റെ ടേപ്പ് ഡയപ്പർ, ഇതിൻ്റെ ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെക്കുന്നത് റിസീവിങ് ടവലാണ്. ബേബിനെ നമുക്ക് കയ്യിൽ വരുമ്പോൾ മേടിക്കാനുള്ളൊരു റിസീവിങ് ടവല്. കഴിഞ്ഞ മോൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഏകദേശം അത്യാവശ്യം വേണ്ട ഐറ്റംസ് മാത്രമാണ് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും ഏകദേശം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. വൈറ്റ് ബേബി റിസീവിങ് ടവല്, നമുക്കതുപോലെ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഐറ്റംസ് പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. പക്ഷെ അവന് ജനിച്ച സമയത്ത് ടോട്ടൽ കൗണ്ട് കൂടുതലായിരുന്നു. ടോട്ടൽ കൗണ്ടിൽ കൂടുതലായതുകൊണ്ട് തന്നെ അവൻ NICUലായിരുന്നു. ആദ്യത്തെ 5 ദിവസം NICU തന്നെയായിരുന്നു. അപ്പോൾ കൊണ്ടുപോയ ഐറ്റംസ് ഒക്കെ വെറുതെ കിട്ടില്ല. ആദ്യം എനിക്ക് ആവശ്യം വന്നത് ഈ 3 ഐറ്റംസ് ആയിരുന്നു. അതായത് കുഞ്ഞിനെ NICU തരുമ്പോൾ യൂസ് ചെയ്യാനുള്ള റാപ്പ് ചെയ്യാനുള്ള നമ്മുടെ റാപ്പിംഗ് ടവല്, അതുപോലെ തന്നെ വൈപ്സ് കൊടുക്കണമായിരുന്നു, പിന്നെ ഡയപ്പർ. ഇത് 3ഉം എനിക്ക് ആവശ്യമായിട്ട് വന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക്. ബാക്കി കൊണ്ടുപോയ കുട്ടികൾക്കും അതുപോലെ തന്നെ റോംബേഴ്സ് എല്ലാം വെറുതെയാണ്. തിരിച്ചു വരുന്ന സമയത്താണ് അന്ന് റോംബർ ഇടിച്ചു കൊണ്ടത്. ബാക്കിയെല്ലാം ഡയപ്പർ മാത്രമായിരുന്നു. ഡയപ്പറും നമ്മുടെ റിസീവിങ് ടവൽ മാത്രമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ എടുത്ത് വയ്ക്കുന്നത്. എല്ലാ ഐറ്റംസും എല്ലാം അത്യാവശ്യം ആവശ്യമുള്ള ഐറ്റംസ് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പം അടുത്തത് ഞാൻ എടുത്ത് വയ്ക്കുന്നത് ഇത് ഒരു ഡ്രൈ ഷീറ്റാണ്. അത് കുഞ്ഞ് മോഷനൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിനകത്ത് എടുത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം ഡയപ്പറൊക്കെ. അതിന് വേണ്ടിയിട്ടൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്, റബ്ബർ ഷീറ്റാണ്. അപ്പോൾ ഷീറ്റ് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ എടുത്ത് വയ്ക്കുന്നത് നമ്മുടെ ഡ്രൈ ഷീറ്റ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്, ലാർജ് സൈസാണിത്. പക്ഷെ ഞാൻ ഇതന്നെ എടുക്കുന്നത്. അപ്പോൾ ഒരു ഡ്രൈ ഷീറ്റ് എടുത്ത് വയ്ക്കുന്നുണ്ട്.
രണ്ട് കളറുണ്ട്, പിങ്കും ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഇടിക്കാം. ഇത് അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പ്, റോംബറാണ്. വിത്ത് നമുക്ക് ക്യാപ്പ് ഉണ്ട്, പിന്നെ ഫുൾ സ്ലീവാണ്, പിന്നെ കാലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നതാണ്. ത്രൂ ഔട്ട് എല്ലാനും ബട്ടനാണ്. ബട്ടൺസ് നമുക്ക് ഊരിയിരിക്കാം. അതുപോലെ തന്നെ നമുക്കത് പ്രസ് ബട്ടൺ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ കുഞ്ഞിനെ ഇടിയിക്കാൻ പറ്റും. അപ്പം അങ്ങനെ 2 റോംബേഴ്സ് ഫുൾ കവേർഡായിട്ടുള്ള അത്യാവശ്യം നല്ല ചൂട് കിട്ടുന്ന രീതിയിലുള്ള 2 റോംബേഴ്സ് വെക്കുന്നുണ്ട്. ഈ ക്ലോത്ത്, ബേബി ക്ലോത്ത് എല്ലാം നമ്മൾ ചൂടുവെള്ളത്തിൽ നല്ലപോലെ കഴുകി ഡെറ്റോളിട്ട് കഴുകിയിട്ട് ഉണക്കി സൂര്യപ്രകാശത്തിൽ ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ 2 റോംബേഴ്സ്, പിന്നെ അതുകൂടാണ്ട് എടുത്തേക്കുന്നത് ക്യാപ്പ്, മിറ്റൻ, ബൂട്ടീസ്. അതായത് ഒരു കുഞ്ഞ് ക്യാപ്പ്, വൈറ്റാണ് ഞാൻ കൂടുതൽ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ 2 കുട്ടി ബൂട്ടീസ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 മിറ്റൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാപ്പ്. ഇത് ഞാൻ ഒരു 2 സെറ്റും കൂടി എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്പ്, മിറ്റൻ, ബൂട്ടീസിൻ്റെ 2 സെറ്റും കൂടി എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞിനെ. കാരണം അവരുടെ കയ്യിൽ ചിലപ്പോൾ നഖമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അവർ സ്വന്തം മുഖത്ത് തന്നെ ഇട്ട് നമ്മളിങ്ങനെ മുഖത്തേക്ക് കൈ കൊള്ളുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പോറലൊക്കെ വരും. മാത്രമല്ല തണുപ്പ് തട്ടാണ്ടിരിക്കാനും നമുക്ക് ഈ ക്യാപ്പ്, മിറ്റൻ, ബൂട്ടീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അഡീഷണലി ഒരു റിസീവിങ് ടവലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് മസ്ലിൻ ക്ലോത്താണ്, സ്വാഡിൽസാണ്. ഞാനിവിടെ 2 മസ്ലിൻ സ്വാഡിൽസാണ് എടുത്തേക്കുന്നത്. ഇത് ബാംബു മസ്ലിൻ സ്വാഡിലാണ്. ബാംബു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ബാംബു മസ്ലിൻ എന്ന് പറയുന്നത്. സിംഗിൾ ലെയേർഡാണ്, ഒറ്റ ലെയർ ഉള്ളൂ, പക്ഷേ ഭയങ്കര സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ് ഈ ഒരു ബാംബു മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇത് നമ്മുടെ മസ്ലിൻ സ്വാഡിൽ, പ്രിൻ്റഡ് ആണ്. മസ്ലിൻ സ്വാഡിൽ നല്ല ലെങ്ത്തൊക്കെ ഉള്ളതാണ്. 100x100 ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ മസ്ലിൻ സ്വാഡിൽസ്, പിന്നെ ബർപ്പിംഗ് ക്ലോത്ത്, അതായത് കുഞ്ഞിനെ നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബർപ്പ് ചെയ്യാനായിട്ട് തോളിൽ കിടത്തുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ട് ജസ്റ്റ് മേത്ത് ഇട്ടേച്ചും കുഞ്ഞിനെ കിടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബർപ്പ് ചെയ്തിട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ കുഞ്ഞിന് ഇൻ കേസ് ഇപ്പോൾ അവർ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല. ഇതും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ 2 ബർപ്പിംഗ് ക്ലോത്താണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ഫേസ് ടവൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫേസ് ടവൽ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കി കോട്ടൺ തുണിയാണ്. കോട്ടൺ തുണി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ടൺ തുണി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫേസ് ടവൽ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് കുട്ടി ജബ്ലാസാണ്, ചെറിയ ജബ്ലാസ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതെല്ലാം കെട്ടിപ്പറക്കി കൊണ്ടുപോയെങ്കിലും ഒന്നും തന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി തിരിച്ചു വരുന്ന സമയത്ത് മാത്രമാണ് ഇതൊക്കെ നമ്മളവനെ ഇടിയിച്ചത്. അപ്പോൾ ഞാനിതൊരു 3 എണ്ണം എടുത്ത് വയ്ക്കുന്നുണ്ട് ജബ്ലാസ്. പിന്നെ അത് കൂടാണ്ട് 3 റോംബേഴ്സ് എടുക്കുന്നുണ്ട്. ഈ ബേബി ഐറ്റംസിൻ്റെ ഒക്കെ ഓൺലൈൻ വാങ്ങിയതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ഞാൻ എക്സ്ട്രാ വീഡിയോയിൽ ചെയ്യുന്നതാണ്. കുറച്ചുകൂടി യൂസ്ഫുള്ളായിട്ട് തോന്നും.
ഇത് ഫസ്റ്റ് ക്രൈയിൽ നിന്ന് മേടിച്ച റോംബോസാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആക്കി ഇടാവുന്നതാണ്. ഇപ്പോൾ 3 റോംബോസ് നല്ല സോഫ്റ്റ് കളേഴ്സാണ് എടുത്തേക്കുന്നത്. 3 എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് ഒരു ബേബി ടവലാണ്, ഹുഡഡ് ടവലാണ്. ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിയതല്ല കേട്ടോ, ഇത് ഞാൻ മൂത്ത കുട്ടിക്ക്, അതായത് ഫസ്റ്റ് ബേബിക്ക് ആയ സമയത്ത് മേടിച്ചതാണ്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ഞാൻ നന്നായിട്ട് 6 മാസം വരെ നന്നായിട്ട് യൂസ് ചെയ്തായിരുന്നു. ട്രാവൽ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അതെല്ലാം നല്ല ചൂടിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് കിടത്താനൊക്കെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് പാറ്റേൺ ആണ്. ഇത് കണ്ടോ, നമുക്കിങ്ങനെ ജസ്റ്റ് ബേബീനെ ഇവിടെ കിടത്തിച്ചും ക്യാപ്പും വെച്ച് ഇതിങ്ങനെ വെച്ച് നമുക്ക് ഈ 2 സൈഡ് ക്ലോസ് ചെയ്യാം. ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നല്ല ചൂടിൽ കുഞ്ഞാക്കി കിടക്കാൻ പറ്റും. അപ്പം ഇത് ഞാൻ എടുത്തു വയ്ക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം കൊണ്ടുപോയാലും അതുപോലെ തന്നെ വാങ്ങിയതിൽ എനിക്ക് ഒട്ടും തന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ബേബി ക്യാരി ബാഗ് എന്ന് പറയില്ലേ, അതെനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ബേബി ക്യാരി ബാഗ് വാങ്ങിയില്ല. പകരം ഇതുപോലെ നല്ല കട്ടിയുള്ളൊരു ഫുഡ് ടവൽ എടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഇത് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇതും ഞാൻ കുട്ടിക്ക് വേണ്ടി മേടിച്ചതാണ്. ബേബി ഹഗ്ഗിൻ്റെ പ്രൊഡക്റ്റ്. അത് കണ്ടോ, ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട്. ഈ ക്യാപ്പിൽ നമുക്ക് കുഞ്ഞിനെ കിടത്തിയിട്ട് ഇതുപോലെ കവർ ചെയ്ത് നമുക്ക് പിടിക്കാം കുഞ്ഞിനെ. നല്ല ചൂടിൽ കിട്ടും. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. ഇത് കണ്ടോ, അതെല്ലാം നമുക്ക് ബെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങളെ കിടത്താനായിട്ട് ബെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്തിരുന്നതാണ്. പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മോസ്കിറ്റോ ബെഡാണ്. ഇത് ലവ് ലാപ്പിൻ്റെയാണ്. മോസ്കിറ്റോ ബെഡ് എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും കുഞ്ഞിന് നല്ലപോലെ യൂസ്ഫുൾ ആയിരുന്നു മോസ്കിറ്റോ ബെഡ്. ഈ ഒരു പില്ലോ ഞാൻ അധികം യൂസ് ചെയ്തില്ല. നമ്മൾ തന്നെ ചെറിയൊരു പില്ലോ ഉണ്ടാക്കിയിട്ട് പഞ്ഞി വെച്ചിട്ട്, കോട്ടൺ പഞ്ഞി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക ചെയ്തത്. നല്ല കളർഫുള്ളായിട്ടുള്ള മസ്കിറ്റോ ബെഡാണ്. ഇത്രയും ലെങ്ത് ഉണ്ട്. നല്ലപോലെ ക്ലോസ് ആയിട്ടിരിക്കും. ഈ മോസ്കിറ്റോ ബെഡ് നന്നായിട്ട് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം നേരത്തെ തന്നെ മേടിച്ചു വെച്ചത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമുക്കിനി അടുത്തത് എക്സ്ട്രാ വരുന്ന ഐറ്റംസും കൂടി പാക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഫ്ലാസ്ക് എടുക്കുന്നുണ്ട്. ഫ്ലാസ്ക് നമുക്ക് ചൂടുവെള്ളം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ചൂടുവെള്ളം എടുത്ത് വെക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാനായിട്ടും നമുക്ക് ഫ്ലാസ്ക് എടുത്ത് വയ്ക്കാം. പിന്നെ ഇത് ഒരു ചൂടധികം നിൽക്കുന്ന ഒരു പാത്രമാണ്. നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ ചൂട് കഞ്ഞിയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് ഒരു പാത്രം എടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ എടുക്കുന്നുണ്ട്, ചെറുതും വലുതും. പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്, ഒരു പ്ലേറ്റ്. പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം, നമ്മുടെ
ഉരുക്ക് വെളിച്ചെണ്ണ, എന്താ വെളിച്ചെണ്ണ എന്നൊക്കെ നമ്മൾ പറയുന്ന അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. പിന്നെ ഒരു സാനിറ്റൈസർ എടുക്കുന്നുണ്ട്. പിന്നെ 3-4 empty കവേഴ്സ് എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മുഷിഞ്ഞ ക്ലോത്തൊക്കെ ഇട്ട് തിരിച്ച് കൊണ്ടുവരണമല്ലോ, അപ്പോൾ അതുകൊണ്ട് 3-4 empty കവേഴ്സ് എടുക്കുന്നുണ്ട്. പിന്നെ 2-3 ന്യൂസ് പേപ്പർ ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മറക്കാണ്ട് എടുത്ത് വെക്കേണ്ട കാര്യമാണ് നമ്മുടെ മൊബൈൽ ചാർജർ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ടിഷ്യൂ പേപ്പർ, ഒരു കത്രിക, ഇതിൽ നമുക്ക് മുറിക്കാനായിട്ട് ഞാനിപ്പോൾ സാരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് കത്രിക എടുക്കാം. പിന്നെ ഒരു പീലർ, നൈഫ് എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരും. പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ കുപ്പിയിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, ചായപ്പൊടി, പിന്നെ പാത്രം കഴുകാൻ ലിക്വിഡ്, സ്ക്രബ്ബർ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുന്നത് ഒരു ബുക്കും അതുപോലെ തന്നെ ഒരു പേനയും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കണേ, താഴെ കമൻറ്റിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ബേബി റിലേറ്റഡ്, പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസെല്ലാം ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.